ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക അറസ്റ്റുമായി പ്രത്യേക അന്വേഷണ സംഘം. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും തട്ടിയെടുത്ത സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനുമാണ് അറസ്റ്റിലായത്. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചത് ഭണ്ഡാരിയുടെ കമ്പനിയാണ്. സിജോ വി ജോൺ ചേരുന്നു. സിജോ, ഇവർക്കെതിരെ SITയുടെ കണ്ടെത്തലുകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? അറസ്റ്റ് സാങ്കേതികപരമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം രണ്ടുപേരെയും മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കും. അതിനുശേഷം കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. പിന്നീട് വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വിവരമെന്ന് പറയുന്നത് ഈ രണ്ടുപേരെയും, പങ്കജ് ഭണ്ഡാരിയെയും അതോടൊപ്പം തന്നെ ഗോവർദ്ധനെയും, 2 കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. 2 കേസുകളിലും ഇവർ പ്രതികളാവും. ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ കട്ട്ളപ്പാളിയും കൊണ്ടുപോയിരിക്കുന്ന ആ 2 കേസുകളുണ്ട്. ആ 2 കേസുകളിലും ഇവരെ പ്രതിയായിട്ടുണ്ട്. അതിൽ എത്രാമത്തെ പ്രതിയാണെന്ന് സംബന്ധിച്ച് അറിയില്ല. നേരത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIRൽ ഇവർ പ്രതിയെ ആയിരുന്നില്ല. പിന്നീട് വിളിച്ചു വരുത്തി വിശദമായ ചോദ്യം ചെയ്യൽ ഇവരുടെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ ലഭിച്ചതിന്റെ സാഹചര്യത്തിലാണ് ഇവരുടെ പ്രതി ഇറക്കപ്പെടുകയും പിന്നീട് അറസ്റ്റ് നടപടികളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണമാണെന്ന് സംബന്ധിച്ച് തങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ പങ്കുണ്ടെന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഇവരുടെ ഗൂഢാലോചനയിൽ ഉൾപ്പെടെ ഇവരുടെ പങ്ക് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ച സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം SITക്ക് നേരെ ഉണ്ടായിരുന്നു. കാരണം ഡിസംബർ 5 ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് കാര്യമായ പുരോഗതികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ വിമർശനം വന്നതിന് പിന്നാലെ ഏതാനും സമയത്തിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവസാനം പത്മകുമാർ വരെ അറസ്റ്റ് മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ സ്വർണം കൊണ്ടുപോയ ഇടങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തുകയും പിന്നീട് അവർ ഓരോരുത്തരുടെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുകയാണ്. ശരി സിജോ.